ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ബി.ജെ.പിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവചനങ്ങളാണ് നാഷണൽ മീഡിയാസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും പൂർണ്ണ പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിന് ഉള്ളത്. ഈ കേജ്രിവാൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു സാന്നിധ്യം, പ്രധാന നേതാക്കളൊക്കെ ശക്തമായ രീതിയിൽ പ്രചാരണ രംഗത്ത് ഇറങ്ങുകയും പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും മറ്റും നമ്മൾ വീക്ഷിച്ച് ഇന്നലെയൊക്കെയും അതിൻ്റെ ചർച്ചകളും മറ്റും കണ്ടിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ ഈ ഘട്ടത്തിലും എത്രത്തോളം ഉയർന്നാണ് നിൽക്കുന്നത്? പ്രിയ, ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഏറെക്കുറെ എല്ലാ സർവേ ഫലങ്ങളും ബി.ജെ.പി അല്ലെങ്കിൽ എൻ.ഡി.എ തുടർച്ചയായിട്ട് മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഒരു പ്രവചനം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ എൻ.ഡി.എ ഏകദേശം 350 മുകളിൽ സീറ്റുകൾ നേടുമെന്നുള്ള പ്രവചനങ്ങളാണ് ഈ സർവേ ഫലങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുള്ളത്. ദില്ലിയിൽ ബി.ജെ.പി 5 മുതൽ 7 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയാണ് ഇന്നലത്തെ എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കപ്പെടുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോൾ വന്നതിന് പിന്നാലെ ബി.ജെ.പി ക്യാമ്പുകളിൽ വലിയ തലത്തിലൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ.ഡി.എ ക്യാമ്പുകളിലൊക്കെ തന്നെ ഈ ഒരു തുടർഭരണം കിട്ടുമെന്നുള്ളതിൻ്റെ വലിയൊരു ആവേശം അല്ലെങ്കിൽ ആഘോഷമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബി.ജെ.പി നേതാക്കളുടെ വാക്കുകളിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഇന്നലെ മുതൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറുവശത്ത് ഈ ഒരു ഇന്ത്യ മുന്നണി ഇപ്പോഴും ശക്തമായിട്ടൊരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നു. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ പങ്കെടുത്ത യോഗമാണ് ഇന്നലെ നടന്നത്. ആ യോഗത്തിൽ ഒരു വിലയിരുത്തൽ ഇന്ത്യ മുന്നണി നേതാക്കൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇത്തവണ 295-ലധികം സീറ്റുകൾ നേടുമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പമാണ് ഈ പുറത്തു വരുന്ന എക്സിറ്റ് പോളുകളെ അത്ര കണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുകൂടി ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇതിന് മുന്നേയും ഇത്തരത്തിൽ എക്സിറ്റ് പോളുകൾ അത് വിപരീത ഫലം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ മാധ്യമങ്ങളെപ്പോലും ബി.ജെ.പി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾക്ക് പുറകെ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾക്ക് പുറകെ പോകേണ്ട കാര്യമില്ല എന്നതാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വോട്ടെണ്ണൽ ദിനത്തിൽ വലിയൊരു ജാഗ്രത പാലിക്കണം എന്നതാണ്. വോട്ടിംഗ് സെൻറ്ററുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ആളുകൾ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകണം. കൗണ്ടിങ് തീരുന്നതുവരെ ഇവിടെ നിന്ന് പ്രവർത്തകർ ഈ ഒരു കൗണ്ടിംഗ് സെൻറ്റർ വിട്ട് പോകാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യ മുന്നണി അവരുടെ പ്രവർത്തകർക്ക് നൽകുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യ മുന്നണി അവരുടെ പ്രവർത്തകർക്ക് നൽകുന്നത്. ഇതിനു പുറമെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനായിട്ടും ഇന്ത്യ മുന്നണി നേതാക്കൾ സമയം തേടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കൗണ്ടിങ് നടക്കുന്ന സാഹചര്യത്തിൽ ആ കൗണ്ടിങ് കൃത്യമായിരിക്കണം, കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനായിട്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അതിനുള്ള സമയം തേടിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു പക്ഷേ കാണാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ഇന്ത്യ മുന്നണി ഈ ഒരു ശക്തമായിട്ടുള്ള പ്രതീക്ഷയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ മറുവശത്ത് ഇന്നലെ വന്ന എക്സിറ്റ് പോളുകളുടെ പിൻബലത്തിൽ ബി.ജെ.പി ക്യാമ്പുകൾ വലിയ ആഹ്ലാദം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. പ്രിയ, ശരി വിഷ്ണു.